ഈ പാഠം നമ്മൾ വായിച്ചതാണല്ലോ. ചുവപ്പ് നിറത്തിലുള്ള ചില പദങ്ങളെ നമുക്ക് കാണാം. ലി സിയാറത്തി, ഫിൽ അഖ്ഫാസി, അലൽ അഷ്ജാരി, ലിബിനിഹി, അനിൽ ഹയവാനാത്തി, കൽ കൽബി, കൽ ഗനമി, അനിൽ ഹയവാനാത്തി, മിൻ അജായിബി. ഇവകളെയൊക്കെ ഓർത്തു വെക്കുക. നമുക്ക് ഓർത്തെടുക്കാം. ഏതൊക്കെയായിരുന്നു? ഒന്ന്, ലി സിയാറത്തി. രണ്ട്, ഫിൽ അഖ്ഫാസി. മൂന്ന്, അലൽ അഷ്ജാരി. നാല്, ലിബ്നിഹി. അഞ്ച്, അനിൽ ഹയവാനാത്തി. ആറ്, കൽ കൽബി. ഏഴ്, കൽ ഗനമി. എട്ട്, മിൻ അജായിബി. ഇവിടെ നമ്മൾ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള കുറെ ഹർഫുകളുണ്ട്. ലി, ഫി, അല തുടങ്ങിയവ. ഇത്തരത്തിലുള്ള ഹർഫുകൾ വന്നാൽ ശേഷം വരുന്ന ഇസ്മുകൾക്ക് കസ്റു ചെയ്തുകൊണ്ടാണ് വായിക്കുക. നമുക്കൊന്ന് വ്യക്തമായി പരിശോധിച്ച് നോക്കിയാലോ. ലി എന്ന ഹറഫിനു ശേഷം സിയാറത്തുൻ എന്ന ഇസ്മ വന്നു. അപ്പോൾ ലി സിയാറത്തി. ലി പ്ലസ് സിയാറത്തുൻ, ലി സിയാറത്തി. ഫി പ്ലസ് അൽ അഖ്ഫാസു, ഫിൽ അഖ്ഫാസി. അല പ്ലസ് അൽ അഷ്ജാറു, അലൽ അഷ്ജാരി. ലി പ്ലസ് ഇബ്നുഹു, ലിബ്നിഹി. ലി എന്ന ഹറഫിനു ശേഷം സിയാറത്തുൻ എന്ന ഇസ്മ വന്നപ്പോൾ അതിനെ കസ്ർ ചെയ്തു വായിച്ചു. അതിനാൽ ഇത്തരത്തിലുള്ള ഹറഫുകൾക്കൊരു പേരുണ്ട്. ഹുറൂഫുൽ ജർ. ഹുറൂഫുൽ ജർ, ജറിന്റെ ഹർഫുകൾ. മാത്രമല്ല ശേഷമുള്ള സിയാറത്ത് എന്ന ഇസ്മിന് കസ്റു ലഭിച്ചല്ലോ. അതിനാൽ അതിന് മജ്റൂർ എന്നും പറയും. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അൻ പ്ലസ് അൽ ഹയവാനാത്തു, അനിൽ ഹയവാനാത്തി. ക പ്ലസ് അൽ കൽബു, ക പ്ലസ് അൽ ഗനമു. മിൻ പ്ലസ് അജായിബു. ഈ പാഠത്തിലുള്ള ജറിന്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? ലി, മിൻ, ക, ഫി, അല. ഇതാണ് ഹുറൂഫുൽ ജർ. ഹുറൂഫുൽ ജർ. ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി വിട്ട ഭാഗം പൂരിപ്പിക്കുക. അൽ ഡാഷ് ലാഹി, അൽഹംദുലില്ലാഹി. ഇങ്ങനെ ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് പൂരിപ്പിക്കാം.